ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീടിനടുത്തുള്ളൊരു സ്ഥലത്താണ്. ഇന്നിവിടെ വന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം വഞ്ചി കയറാൻ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ ഡെൽസനെ വിളിച്ചിരുന്നത് നമ്മുടെ വീടിനടുത്തുള്ളൊരു പുഴമൊക്കെ തൊട്ടാണ് ഇപ്പോൾ വന്നേക്കണത്. ഡെൽസൺ അവിടെ വഞ്ചിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമല്ലേ. അപ്പോൾ നമ്മൾ നടന്നത് വഞ്ചിയുടെ അടുത്ത് എത്തിയിട്ടാ. വഞ്ചിയുടെ ഡെൽസൺ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡെൽസ പോവാ. അപ്പോൾ നമുക്ക് ഏതായാലും വഞ്ചിയിലോട്ട് കയറാം. അതെ, ഡെൽസൺ അവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വഞ്ചിയിലോട്ട് കയറുന്നത്. അതിൻ്റെ ഒരു പേടി ചെറുതായിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ വഞ്ചിയിലോട്ട് കയറിയിരിക്കുകയാണ്. എങ്ങോട്ടേക്ക് പോകണത് നമ്മൾ? അപ്പോൾ ഏതായാലും നമ്മൾ എങ്ങോട്ട് ഇവിടെ തള്ളണം. ഓക്കെ, യെസ്. അപ്പോൾ ഡെൽസൺ തുഴയൊക്കെ എടുത്ത് തുഴയുണ്ട്. തുഴയിലൂടെ പങ്കായം അല്ലേ ഇത്? പങ്കായം. ഇതേ കണ്ടില്ലേ, ഇവിടെ ഒരു വലിയൊരു ചീനവലയൊക്കെ ഉണ്ടോ. ഇത് നമ്മുടെ ഡെൽസൻ്റെ പാപ്പൻ്റെ ഉണ്ട് ചീനവല. അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ടാണ് യാത്ര ചെയ്ത് ഇറങ്ങിയേക്കണത്. നമ്മൾ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ സൂര്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേഘമൊക്കെ നല്ല മേഘാവൃതമായിരിക്കുന്ന കാരണം ക്ലിയർ ആയിട്ട് പുള്ളിനെ കാണാൻ പറ്റുള്ള. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ക്ലൈമറ്റിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. വെച്ച് കഴിഞ്ഞാൽ സമയം ഇപ്പോൾ ഒരു 4:30 ആയിട്ടുള്ളൂ. സാധാരണ രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ ചൂടിൻ്റെയൊക്കെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് വഞ്ചിയിലൊക്കെ ഇറങ്ങി ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റൂല കേട്ടോ. വെച്ചാൽ നമുക്കറിയാമല്ലോ, പുള്ളി നല്ലൊരു അവസ്ഥയിലോട്ട് നമ്മൾ വരും. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. പക്ഷേ നമ്മുടെ ഈ വഞ്ചി യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫീലിംഗ് ആണ് തന്നെ. ഞാനീ സഞ്ചരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് വഞ്ചി കയറുന്നത്. എൻ്റെ ചെറുപ്പത്തിലാണ് ഞാൻ വഞ്ചി കയറിയിട്ടുള്ളത്. പക്ഷേ ഒരു 10 വർഷമായിട്ടൊന്നും ഞാനിങ്ങനെ വഞ്ചി കയറി യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ മെട്രോ കയറിയിട്ടുണ്ട്, പക്ഷെ അതല്ലാതെ ഇതുപോലുള്ള വഞ്ചി കയറി ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ നല്ലൊരു ഫീലിംഗ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഈ ചീനവലയൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. വലിയില്ലെന്നുള്ളൂ, എന്താ മെയിൻ്റനൻസിന് വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കേണ്ടത്. നിറച്ച് ചീനവലകളാണ് കേട്ടോ നമ്മുടെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരിയാറിൻ്റെ കൈവഴിയാണ് കേട്ടോ നമ്മളീ പോയിക്കൊണ്ടിരിക്കണം ഈ പുഴ. ഈ കാണുന്നൊക്കെ ഇടത് ചെമ്മീൻ കെട്ടല്ലേ ഇത്? കൂടക്കൃഷി എന്ന് വെച്ചാൽ മീൻ. ഓക്കെ, അപ്പോൾ ആ കാണുന്നത് കൂടക്കൃഷി എന്നാണ് പറയണത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിനകത്ത് പിടിച്ച് മീനെ ഇട്ട് വളർത്താൻ വേണ്ടിയാണ് അതുപോലെ ഇങ്ങനെ കുറേ ടാങ്കുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കണത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, നമ്മുടെ പുഴയുടെ കറക്റ്റ് സെൻറ്ററിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെൽസൺ ബാക്കിലിരുന്ന് ഇപ്പോഴും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡൊക്കെ നമ്മുടെ പുഴയിലിരുന്ന് പോകുമ്പോഴാണ് നമ്മുടെ ഈ സൈഡിൽ നിന്നുള്ള ഈ പച്ചപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ. എന്താ പറയുക, നമ്മുടെ ചെറുപ്പത്തിലുള്ളൊരു ടൈമിൽ തോന്നാറുണ്ട്. അതായത് നമ്മൾ ഇക്കരെ നിൽക്കുന്ന സമയത്ത് അക്കരെ നല്ല ഭംഗിയായിരിക്കുള്ളൂ, പച്ചരി കാണാം. പക്ഷെ അക്കരെ ചെന്ന് കഴിഞ്ഞാൽ തോന്നും നമ്മുടെ ഭാഗം തന്നെ ഇരിക്കുള്ളൂ നല്ല ഭംഗിയെന്ന് ഓർക്കോട്ടെ. പക്ഷെ അതിപ്പോൾ പോകുമ്പോൾ ഇത് നടുക്കിൽ കൂടി പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. രണ്ട് സൈഡിൽ നോക്കുമ്പോൾ ഒരേപോലെ തന്നെയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതെ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് പറയില്ലേ, ആ സ്കീമാണ്. നമ്മളപ്പോൾ അതേ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അതെ, പുഴയുടെ നടുക്കാണ്ടത്. കറക്റ്റ് പുഴയുടെ നടുക്കായിട്ട് തന്നെ ഒരു ചീനവല ഉണ്ട് കേട്ടോ. അതിൻ്റെ താഴെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പാലം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചെമ്മായം പാലം. അതായത് നമ്മുടെ നോർത്ത് പറവൂർ കൂനമ്മാവിൻ്റെ അടുത്തായിട്ടുള്ളൊരു പാലമുണ്ട് ഈ കാണുന്നത്. ഈ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതായത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കണ്ടിട്ട് വിണ്ട് നിൽക്കുകയാണ് ഈ പാലം. അതായത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ വലിയ മരങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ തൂണിലിടിച്ചിട്ട് ആ സെൻറ്റർ ഭാഗത്തായിട്ട് വിട്ട് നിൽക്കേണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നടപ്പാലമാണ്. എന്നാലും ഇതിൽ കൂടെ ബൈക്കുകളൊക്കെ പോകും. അതുപോലെ തന്നെ പണ്ടൊക്കെ ചെറിയ ഓട്ടോറിക്ഷയൊക്കെ കയറി പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓട്ടോറിക്ഷ ഒന്നും കയറ്റാറില്ല, 2 വീലേഴ്സ് മാത്രമേ ഈ വഴിക്ക് പോകാറുള്ളൂ കേട്ടോ. നമ്മുടെ ഈ പാലം കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ നിറച്ച് ഫില്ലർ നമുക്ക് താഴെ കാണാൻ പറ്റും. ഈ സൈഡിലോട്ട് നോക്കിയേ, ഈ സൈഡിലൊന്നും ഈ ഭാഗത്ത് ഫില്ലറേ ഇല്ല കേട്ടോ. അത് നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് പോയതാണ്. ഇതേ കണ്ടില്ലേ, മേളിലായിട്ട് ഈ ഭാഗത്ത് അതൊക്കെ വിണ്ടിരിക്കുകയാണ്. അതായത് എന്താ പറയുക, ആ വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഫോഴ്സിൽ മരവും കൂടി വന്നടിച്ച സമയത്ത് അകന്നു പോയതാണ് ഈ പാലം. ആഹാ, അടിപൊളി. ഒരു ജാമ്യത്തിൻ്റെ പുറത്താണ് നമ്മുടെ ഈ പാലം ഇപ്പോഴും നിൽക്കണേട്ടാ. നമ്മളപ്പോൾ ഏതായാലും ചെമ്മായം പാലം ആ ഭാഗത്ത് കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒഴുക്കിന് എതിരായിട്ടാണ് നമ്മൾ തുഴഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വഞ്ചി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിലാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്ലൈമറ്റാണ് ഇന്ന്. അതായത് എന്താ പറയുക,
മേലോട്ട് പോയി കഴിഞ്ഞാൽ വെയിലൊന്നുമില്ല, നല്ല ഒരു കൂളായിട്ടൊരു ക്ലൈമറ്റും എന്താ പറയുക നല്ലൊരു ഫീലിംഗ് ആണ് നമുക്കിങ്ങനെ വഞ്ചി തുഴഞ്ഞ് ഈ പുഴയിൽ കൂടെ ഇങ്ങനെ പോകാനായിട്ട് തന്നെ. അപ്പോൾ ആ ഭാഗത്തായിട്ട് സൂര്യൻ ഇങ്ങനെ സൺസെറ്റ് ഇങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട്. പക്ഷേ കുറേ താന്ന് നിൽക്കണം, അവിടെ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഈ പുഴയിൽ കൂടെ വന്നപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംമാരെ റിസോർട്ടുകളാണ് കേട്ടോ. അതായത് പഴയ വീടുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ. പിന്നെ ആ ഭാഗത്തല്ല അവിടെ ഒരു ചേട്ടൻ ഒരു കൊച്ചിനെ, ചെറിയൊരു കൊച്ചിനെ നീന്തലൊടിപ്പിനുണ്ടാ കാണുന്നത്. ഈ നമ്മുടെ ചീനവലയൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ, അതായത് കറക്റ്റ് പുഴയുടെ നടുക്കായിട്ടാണ് നമ്മുടെ ഈ ചീനവല നിൽക്കുന്നത് കേട്ടോ. നല്ല അടിപൊളിയാണ്. ആ ഭാഗത്ത് നമ്മുടെ സൺസെറ്റൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ മേഘം ഉള്ളതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട്. നല്ലൊരു പച്ചപ്പാണ് ഈ ഭാഗത്തോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഇതേതോ ഫാമിൻ്റെ എന്തോ ചെറിയ ഭാഗങ്ങളാണ് ഉണ്ടാ കാണുന്നത് ആ ഭാഗത്തൊക്കെ ആയിട്ട്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കുമ്പോൾ തന്നെ കാണാനായിട്ട്. നമ്മളെ സൂര്യൻ അവിടെ സൺസെറ്റ് അവിടെ മേഘം മൂടി നിർത്തിയൊക്കെ ഉണ്ട്, കാണാൻ പറ്റില്ല കറക്റ്റായിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് മാത്രമേ നമ്മുടെ സൂര്യനെ കാണാൻ പറ്റുന്നുള്ളൂ. നല്ല ഭംഗിയാണ് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാഴ്ചകൾ കാണാൻ തന്നെ കേട്ടോ. ഈ പുഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇതിൽ കൂടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വർഷങ്ങൾക്ക് മുന്നെയാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ. പക്ഷെ ഇപ്പോൾ ഇതിൽ കൂടെ ബോട്ട് സർവീസ് ഒന്നുമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ചീനവലകൾ വന്നേക്കും, പിന്നെ ഇതിൽ കൂടെ ബോട്ട് സർവീസ് നടത്താൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ഈ പുഴ ഇപ്പോൾ ഉള്ളത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീതിയും കുറഞ്ഞ്, അതായത് പണ്ടത്തെ അത്ര ആഴമില്ല കേട്ടോ. ആഴമുണ്ട്, അതായത് പണ്ടത്തെ അത്ര ആഴം നമ്മുടെ ഈ പുഴയ്ക്ക് ഇപ്പം ഇല്ല. പിന്നെ ഈ കാണുന്നത് കണ്ടില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ റിസോർട്ട് എന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്നേക്ക് ഒരു റിസോർട്ടാണ് കാണുന്നത്. നമ്മളങ്ങനെ സൺസെറ്റ് കാണാൻ ഇറങ്ങിയിട്ടതേ സൂര്യൻ കറക്റ്റ് മേളിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാം. അതുപോലെ തന്നെ പുഴയുടെ നടുക്ക് നിങ്ങൾ കണ്ടില്ലേ, അതെ നമ്മുടെ വഞ്ചി പുഴയിലെ വെള്ളത്തിൽ സൂര്യൻ്റെ ലൈറ്റ് അടിച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മളപ്പോൾ 4:30 ആയപ്പോൾ വഞ്ചി എടുത്തിട്ട് പുഴയിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വഴി തിരിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ അതെ നമ്മുടെ സൂര്യനൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ.